ജീവിച്ചിരിപ്പുള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു സവാഉൻ മഹ്യാഉം വമമാതുഹും. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ജീവിതവും മരണവും ഒരുപോലെയാണ്, സവാഉൻ ഒരുപോലെയാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഹയാത്ത് കാലത്ത് നാം പലപ്പോഴും അവരെ സമീപിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് വഫാത്തായി പോയ ഒരുപാട് മഹാരഥന്മാർ, ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിൽ മടവൂരി, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങൾ, ഇവരൊക്കെ അറിയപ്പെട്ട വലിയ ഔലിയാക്കന്മാരായിരുന്നു. അവരുടെ ചരിത്രങ്ങളൊക്കെ ഒരുപാട് കറാമത്തുകളിലൂടെ നമുക്ക് പഠിക്കാനും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നാം കണ്ടതുമാണ്. മഹാനായ മടവൂർ ശൈഖ് തങ്ങളുടെ കറാമത്തിനെ സംബന്ധിച്ച് പാനൂറുകാരനായ ഒരു ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്നോട് നേരിട്ട് പറയുകയുണ്ടായി. നമ്മുടെ ഉദ്യാവനത്തെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഒരു സൂഫി വര്യനായ ഒരാളെ ക്ഷണിക്കാൻ പോയപ്പോൾ റമദാനിൽ ആ ഇബ്രാഹിം ഹാജിയുടെ അടുക്കൽ വീട്ടിലേക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. ആ സമയത്ത് ഇബ്രാഹിം ഹാജി അദ്ദേഹത്തിന്റെ ഒരു 18 വയസ്സുള്ള ആൺമോനെ കാണിച്ചിട്ട് പറയുന്നു, തങ്ങളെ ഇത് എനിക്ക് മടവൂർ ശൈഖ് ആണാക്കി തന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവരുടെ ജീവിതകാലത്ത് കാട്ടിക്കൊടുത്ത കറാമത്തിന്റെ കാര്യങ്ങൾ. എന്തേന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എന്റെ ഭാര്യ 4 പ്രസവിച്ചതും പെണ്ണായിരുന്നു, 4 എനിക്ക് പെണ്ണായിരുന്നു. 5ാമതും എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ സ്വാഭാവികമായും ഭാര്യയും ഞാനും വളരെ വേദാറിലായി. ഞങ്ങൾ രണ്ടാളും ചിന്തിച്ചു, ഇതെങ്കിലും ഞങ്ങൾക്കൊന്ന് ആണായി കിട്ടിയിരുന്നുവെങ്കിൽ. അന്ന് ഞങ്ങൾക്കറിയപ്പെട്ട ഒരാളുണ്ടായിരുന്നത് കക്കടിപ്പുറം ശൈഖവയാണ്. ഞാൻ നടപ്പാളിൽ പോയി കക്കടിപ്പുറം ശൈഖിന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, മഹാനവറുകളെ, എന്റെ ഭാര്യ 4 പ്രസവിച്ചത് പെണ്ണാണ്, എനിക്കൊരാൺകുട്ടി വേണം, എന്റെ ഭാര്യ ഗർഭിണിയാണ്. കക്കടിപ്പുറം എന്നോട് ചോദിച്ചു, അല്ല നിന്റെ ഭാര്യയ്ക്ക് എത്ര മാസമായി? ഞാൻ പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് 4 കഴിഞ്ഞു, 5ാമത്തെ മാസത്തിലാണ്. അപ്പോൾ എന്നോട് കക്കടിപ്പുറം പറഞ്ഞു, എനിക്ക് കഴിയുന്ന സമയം കഴിഞ്ഞു, എന്നെ കൊണ്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ നേരിട്ട് പോകണം മടവൂർ ശൈഖിന്റെ അടുക്കലേക്ക്. അന്ന് മടവൂർ ശൈഖ് ജീവിച്ചിരിപ്പുണ്ടെന്നും അങ്ങനെയുള്ളൊരു മഹാനുണ്ട് എന്നും കക്കടിപ്പുറം പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ നേരിട്ട് പോയി ശൈഖിന്റെ പള്ളിയിൽ ഒരാളോടും സംസാരിക്കാതെ വാതിലുകളെ കടച്ചുപൂട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മടവൂർ ശൈഖിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ടവിടെ എന്നോട് പറഞ്ഞു, കക്കടിപ്പുറം അവിടെ കൊണ്ടുവരികയല്ലേ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആരോഗ്യം പറയാതെ മഹാനവറുകളുടെ വന്നപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, കക്കടിപ്പുറത്തിന്റെ അടുക്കൽ വരികയല്ലേ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞു, മഹാനവറുകളെ, എനിക്ക് 4 മക്കളുണ്ട്, 4 പെൺമക്കളാണ്, എന്റെ ഭാര്യ ഗർഭിണിയാണ്, എനിക്കൊരു ആൺകുട്ടി കിട്ടണം. നിങ്ങൾ കക്കടിപ്പുറത്തിന്റെ അടുത്ത് പോയില്ലേ? പോയി. എന്ത് പറഞ്ഞു? 4 മാസം കഴിഞ്ഞിട്ട് 5 മാസത്തിൽ